അനുമോളെ ദേ മാഷ് വന്നു. മക്കളെ ദേ മുത്തശ്ശൻ വന്നു. ചെല്ലടാ മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടുവാ. അച്ഛാ ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛന് കുഴപ്പമൊന്നുമില്ല മോളെ. ദാസ് ഉണ്ടല്ലോ. ആഹാ മുത്തച്ഛന്റെ മക്കളെ. കുറച്ചു ദിവസം ഭാനുമ ഇവർക്ക് വേണ്ടി വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അയ്യോ മക്കളെ നോക്കുന്ന ഒരു കഷ്ടപ്പാടാണോ മാഷേ? ഒരു സന്തോഷമല്ലേ? അണ്ണാ ഇനി അകത്തേക്ക് ഇരിക്കാം. ബാക്കി സംസാരമൊക്കെ അകത്തേക്ക്. അതെ അച്ഛാ വാ മക്കളെ. ഞാൻ മുറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ കേറി. ഭാനുമ അവരെയും കൂടി കൂട്ടി. ശരി മാഷേ. അയ്യോ വീഴല്ലേ, അടങ്ങിയിരിക്കേ. മോളെ അച്ഛാ അല്പസമയം അച്ഛൻ ഇവിടെ ഇരിക്കട്ടെ. ഹോസ്പിറ്റലില് പോയപ്പോ മുതലേ ഒരേ കിടപ്പല്ലായിരുന്നു. അതെ അതെ. ദാസേ നീയും കൂടി ഇങ്ങോട്ട് ഇരിക്കേ. മോളെ അണ്ണന്റെ ട്രീറ്റ്മെന്റ് റിപ്പോർട്ടും മെഡിസിൻ. ഇനി അങ്ങോട്ട് കുറച്ചു ദിവസം മരുന്നൊക്കെ നീ തന്നെ എടുത്ത് കൊടുക്കേണ്ടി വരും. അതൊക്കെ ഞാൻ ചെയ്തോളാം അങ്കിൾ. അല്ല എത്ര ദിവസം റെസ്റ്റ് വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞു? അങ്ങനെ ഇത്ര ദിവസമൊന്നും കണക്കൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങളൊക്കെ വിശ്രമ ജീവിതം നയിക്കേണ്ട കാലം അതിനെ മോളെ. പ്രശ്നങ്ങളൊന്നും മനസ്സിൽ കൊടുക്കാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞു. അതിനുള്ള സാഹചര്യം ഇനി നിങ്ങൾ മക്കൾ ഒരുക്കി കൊടുക്കണം. കുടുംബവും ജീവിതവും ഒക്കെ ആവുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ഒളിച്ചോടിയാൽ കിട്ടുന്ന ഒരു സ്വസ്ഥത അതെന്തായാലും എനിക്ക് വേണ്ട. ജീവിക്കുന്നിടത്തോളം കാലം മക്കൾക്ക് വേണ്ടി ജീവിക്കണം. അവരോടൊപ്പം അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കുകൊണ്ട് ജീവിക്കണം. സമയമാവുമ്പോ എല്ലാവരെയും കണ്ടുകൊണ്ട് അങ്ങ് പോണം. എന്റെ ആശാദ അങ്ങനെ തന്നെ ആയിരിക്കും എന്റെ ലക്ഷ്മി എന്നെ അങ്ങോട്ട് വിളിക്കുന്നതും. അച്ഛാ മതി, ഇനി പോയി റെസ്റ്റ് എടുക്കാം. അതേണ്ട ഞാനും ഇറങ്ങാം. അണ്ണനെ 2 ദിവസമായി ലൈറ്റ് ആയിട്ട് പൊടിയിരിക്കാൻ ഞാൻ എന്തെങ്കിലും കൊടുത്താൽ മതി. വേണ്ടെന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് കഴിപ്പിക്കണം. എന്നിട്ട് മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. നിന്നോട് പറയേണ്ട ആവശ്യമില്ല. അണ്ണ ഇറങ്ങട്ടെ, പിന്നെ വരാം. എന്നാ നീ പോയി റെസ്റ്റ് എടുക്ക് ദാസ്. ഇന്നലെ രാത്രി മുഴുവൻ നീ ഹോസ്പിറ്റലിൽ ഇരുന്നതല്ലേ? അതൊന്നും പ്രശ്നമില്ല, ഞാൻ സമയം കിട്ടുമ്പോ വരാം. ശരി പറട്ടെ പനമേ. ശരി സാർ. മോളെ അച്ഛാ അകത്തേക്ക് വാ. ഭാനുമേ ആ ബാഗ് എടുത്ത് വെക്കണേ. ആ ഇന്ന് ഉച്ചയൂണുണ്ടാക്കുന്ന ജോലി അയാളെ ഏൽപ്പിച്ചിട്ടാ പോന്നിരിക്കുന്നത്. സോന വീട്ടിലുണ്ട്. അതുകൊണ്ട് അയാൾ അടുക്കളയിൽ കേറുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. അത് നന്നായി. ഇന്നത്തെ അയാളുടെ പാചകം സോനയുടെ നിയന്ത്രണത്തിൽ നടക്കട്ടെ. നാളെ മുതൽ ആന്റി ഇടപെട്ടാ മതി. ആഹാരം കൊള്ളില്ലെങ്കിൽ ഇന്ന് തന്നെ അവനുള്ള പണി കിട്ടും. അതെന്റെ മക്കളുടെ കൈകൊണ്ട് തന്നെ ആവട്ടെ. അല്ല ആന്റി, സോനയ്ക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയോ അയാൾ അടുക്കളയിൽ കയറിയ കാര്യം? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കഴിക്കാൻ വന്നിരിക്കുമ്പോഴായിരിക്കും എല്ലാവരും അറിയുന്നത്. ആ ഏട്ടന്മാർ ആഹാരത്തിന് കുറ്റം പറയുമ്പോ സോനയ്ക്ക് അയാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തല്ലേ പറ്റൂ. അത്രയ്ക്ക് മോശമാവൂ ആന്റി അയാളുടെ പാചകം? അല്ല ആന്റിയെ ജോലി ഏൽപ്പിക്കുമ്പോ അയാളുടെ പ്രതികരണം എന്തായിരുന്നു? ആ വലിയ സന്തോഷത്തിലാ ഏറ്റെടുത്തത്. ആ എങ്ങനെയെങ്കിലും വീട്ടിനകത്തൊന്ന് കയറിപ്പറ്റാൻ നോക്കിയിരിക്കായിരുന്നില്ലേ. പക്ഷേ നല്ല രീതിയിൽ പാചകം ചെയ്യാനുള്ള സാധ്യതയില്ല. പണ്ട് ചായയിലൊന്ന് പഞ്ചസാര ഇട്ട് ഇളക്കാൻ പറഞ്ഞ അതുപോലും ചെയ്യാത്ത മനുഷ്യനാ. ആന്റി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുശേഷം ഒറ്റയാൻ ജീവിതം ആയിരുന്നില്ലേ, അതും ഗൾഫില്. അവിടെ വെച്ച് കുക്കിംഗ് ഒക്കെ പഠിച്ചു കാണും. അല്ലെങ്കിലേ ആ ജോലി അയാൾ ചോദിച്ച് വാങ്ങില്ല. അയ്യോ ഇനി പണിയാകൂ ഹർഷേ. നല്ല ആഹാരം കൊടുത്ത ശത്രുക്കളുടെ മനസ്സിൽ പോലും കടന്നുകൂടാന്നാ പണ്ടുള്ളവര് പറയുന്നത്.
മക്കളുടെ മനസ്സിൽ കയറി പറ്റാൻ അയാൾക്ക് ഞാൻ തന്നെ വഴി തുറന്നു കൊടുത്തതുപോലെ ആവൂ. പാചകം അറിയാത്ത ഒരാളെ പാചകക്കാരനാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം ആന്റി. പക്ഷേ ഒരു നല്ല പാചകക്കാരനെ മോശമാക്കാൻ പെട്ടെന്ന് കഴിയും. അതെങ്ങനെയാണെന്ന് ഞാൻ ആന്റിക്ക് പറഞ്ഞു തരണ്ടല്ലോ. അത് വേണ്ട. അവനെ കൊണ്ട് ചക്രശ്വാസം വലിപ്പിക്കാനുള്ള പണിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഹർഷേ. ആ, അങ്ങനെ കുറച്ച് ദിവസം കിടന്ന് കഷ്ടപ്പെടട്ടെ. അപ്പോഴേക്കും നമുക്ക് കൊട്ടേഷൻ കൊടുക്കാനുള്ള ടീമിനെ ഞാൻ കണ്ടുപിടിച്ചോളാം. ആ, ഒരുപാട് ലേറ്റ് ആക്കണ്ട ഹർഷേ. ഇപ്പോഴാണെങ്കിൽ കൊട്ടേഷൻ കൊടുക്കാനുള്ള പണവും അയാളുടെ ബാഗിൽ തന്നെ ഉണ്ട്. അല്ല ആന്റി, അത് അയാളുടെ ബാഗിൽ ഉണ്ടായിട്ട് എന്താ കാര്യം? ആന്റി ആദ്യം എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കണം. അയ്യോ, ഞാനോ? അതെ, അയാള് കിച്ചണിലായിരിക്കുമ്പോ ആരും കാണാതെ ആന്റി അടിച്ചു മാറ്റിയാ മതി. അയ്യോ, പിന്നെ പുറത്തുനിന്ന് വന്ന ആരെങ്കിലും അത് കൊണ്ടുപോയതാണെന്ന് കരുതിക്കോളും. അയ്യോ, അത് വേണോ ഹർഷേ? വല്ല വിധേനയും അതാരെങ്കിലും അറിഞ്ഞാ? എങ്ങനെ അറിയാൻ ആന്റി? ആന്റിയുടെ വീട്ടിലുള്ള ഒരു സാധനം ആരും അറിയാതെ എടുത്തു മാറ്റാനുള്ള മിടുക്ക് ആന്റിക്കില്ലേ? ആന്റി, അത് മറ്റാരെ ഏൽപ്പിക്കാതെ ആന്റി തന്നെ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലതെന്നാ എനിക്ക് തോന്നുന്നു.